അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ ഉടുപ്പിയിൽ നിന്നായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ട്രെയിൻ രാത്രി 12 മണിക്ക്. അതിന് മുമ്പ് അമ്പലത്തിലൊന്ന് കയറി തൊഴാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളുടെയൊക്കെ കോലം കണ്ടോ, 3 ദിവസത്തെ പരിപാടി, ഉറക്കമില്ലായ്മ എല്ലാം കൂടെ ഞങ്ങൾ അവശ നിലയിലായി. എന്നാലും ഭഗവാനെ കാണാനുള്ളൊരാഗ്രഹം കൊണ്ട് ഞങ്ങൾ ചെന്നു. അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചേച്ച് അതൊക്കെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. ഞങ്ങൾ ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയത്താണ് ഞങ്ങൾ അമ്പലത്തിൽ കയറിയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, എന്തൊരു വലിയ അനുഭവമായിരുന്നറിയോ. ചുറ്റുപാട് മണി മുഴങ്ങുക, എന്നിട്ട് കർപ്പൂര ദീപങ്ങളും ഒക്കെ ആയിട്ടേ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഗ്രില്ലിനകത്തൂടാണ് ഭഗവാനെ കാണുന്നത്. ഭഗവാനെ കാണാൻ ഒരു താഴ്ന്ന ജാതിക്കാരൻ വന്നെന്നും അദ്ദേഹത്തെ കാണാൻ അനുവദിക്കാത്ത കാരണം അതിൽ പ്രതിഷേധിച്ച് ഭഗവാൻ പിണങ്ങി തിരിഞ്ഞിരിക്കുന്ന ഭാവമാണെന്നൊക്കെ അവിടെ ചോദിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനത്തെയാണ് ഇവിടുത്തെ ഐതിഹ്യമെന്ന്. പിന്നെ ഒരുപാട് നല്ല പ്രതിമകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വളരെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട്. നല്ല അനുഭവമായിരുന്നു കേട്ടോ. നമ്മൾ പകൽ സമയത്തൊക്കെ വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ കാണണം. ഇതിപ്പം ഞങ്ങൾക്ക് തീരെ സമയം കുറവായിരുന്നു. അത്യാവശ്യം ഒന്ന് എടുത്തു, വീഡിയോ എടുത്തു. കുറേ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലഡ്ഡു ഒക്കെ നമുക്ക് പൈസ കൊടുക്കണം. അവിടെ അടുത്ത് ലഡ്ഡു ഒക്കെ കച്ചവടമൊക്കെ അവിടെ ഉണ്ട്. അത് ഭഗവാന്റെ രൂപമാണ്. ശരിക്കും അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരു മുകളിലൊരു TV പോലെ വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ്, അല്ല നമുക്ക് അകത്തുനിന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കുറേ വിഗ്രഹങ്ങൾ, ഓടിൻ്റെയും അങ്ങനെയൊക്കെ ഒത്തിരി വിഗ്രഹങ്ങൾ, കൂടുതലും കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളാണ് അവിടെ വിൽപ്പനയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുള്ളതാണ്, നല്ല റേറ്റും ഉള്ളതാണ്. ഒക്കെ ഞങ്ങൾ കണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം അവിടെ ഒരു ഗസൽ പോലെ എന്തോ ഒരു മ്യൂസിക്കൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഗസലാണോ എന്ന് അറിയത്തില്ല, പക്ഷേ ഒരു നല്ല രസമായിരുന്നു. അതൊക്കെ കുറേ സമയം അവിടെ ഇരുന്ന് കാണണമായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് സമയം ഒട്ടും കിട്ടിയില്ല. കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ഹാളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ട അതൊക്കെ ഒന്ന് അത്യാവശ്യമെങ്കിലും ഒന്ന് കാണാൻ പറ്റി. ഇനി അല്ലാത്തൊരു ദിവസം പോയി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തൊക്കെ കാണണം. മിന്നുകുട്ടിയും കൊണ്ട് അങ്ങനെയൊക്കെ പോയി ഒന്ന് കാണണമെന്നില്ല, ആഗ്രഹമുണ്ട്. ഇത് ഗീതാ മന്ദിർ. ഇവിടെ വെച്ച് എന്തൊക്കെയോ കോൺഫറൻസ് നടക്കുമോ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. നമുക്കതിനെപ്പറ്റിയൊന്നും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴാനുള്ളൊരു ഭാഗ്യം കിട്ടി.